എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനൊന്ന് ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ നിന്നെ പിടിച്ചു നിർത്തി ചോദിക്കും, നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചു? മയക്കുമരുന്നിന് വേണ്ടി കൊടുത്തോ? ചെറുപ്പക്കാരാ, മദ്യപാനത്തിന് വേണ്ടി ഇട്ട് കൊടുത്തോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരികളൊന്ന് ചിന്തിക്കണേ. നിങ്ങളുടെ യുവത്വ കാലഘട്ടം, ശരീര സൗന്ദര്യമുള്ള യുവത്വ കാലഘട്ടം, ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ വാതകത്വം തുളുമ്പുന്ന മാംസമായ ഭാഗങ്ങളെ അന്യരായ പുരുഷന്മാരുടെ മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഹറാമായ നിലയിൽ നിങ്ങൾ ജീവിച്ചോ? നിങ്ങളുടെ ജീവിതം എങ്ങനെയാ? നിസ്കാരം കൃത്യമായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു ചോദിക്കും, നിങ്ങളുടെ യുവത്വം എവിടെ ചെലവഴിച്ചു? വീണ്ടും ചോദിക്കുന്നു, പണത്തെ പറ്റിയിട്ട് എവിടെ നിന്ന് പണം ഉണ്ടാക്കി? പലിശയുമായി ബന്ധമുണ്ടോ? ലോട്ടറിയുമായി ബന്ധമുണ്ടോ? കള്ളക്കച്ചവടമാണോ? പണത്തിന്റെ സോഴ്സ് കാണിക്കണം. ഇവിടെയാണെങ്കിൽ കള്ളപ്പണം എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാം. മക്കളെ, അള്ളാഹുവിന്റെ മുമ്പിൽ അത് പറ്റുമോ? അള്ളാഹുവിന്റെ മുമ്പിൽ അത് സാധിക്കുമോ? എവിടെ ചെലവഴിച്ചു എന്നൊക്കെ പറയണം. എവിടെ ചെലവഴിച്ചു എന്ന്. ആർഭാടത്തിന്റെ പുതിയ പുതിയ മാനങ്ങൾ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കേരളത്തിന് സംഭാവന ചെയ്യപ്പെടുന്ന അപകടകരമായ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. ഏതൊക്കെയോ പുതിയ പുതിയ ആചാരങ്ങൾ, വിവാഹത്തിന്റെ പേരിൽ എത്ര ദിവസമാ വിവാഹമാമാങ്ങൾ പിടിപിടിക്കുന്നത്? മഞ്ഞ കല്യാണത്തിന്റെ പേരിൽ, ഹൽദി കല്യാണത്തിന്റെ പേരിൽ, മിഠായി കല്യാണത്തിന്റെ പേരിൽ, ഇങ്ങനെ ഓരോ കല്യാണങ്ങളും ആചാരങ്ങളും ആഡംബരങ്ങളും എല്ലാം കണ്ടുപിടിച്ചിട്ട് പുതിയാപ്പളയും പുതിയ പെണ്ണിനെയും ശവപ്പെട്ടിയിലെത്തിയിട്ട് JCB-യിലെത്തിയിട്ട് ഇസ്ലാമിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആചാരങ്ങളും ആഡംബരങ്ങളും നടത്തുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായ ഒരു വീട് വെക്കാമെന്നതിനപ്പുറം ലോൺ എടുത്തിട്ട് കോടിക്കണക്കിന് പണം പലിശയ്ക്ക് കടമെടുത്തിട്ട് ആരോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആ മുസ്ലിമെ നീ വലിയ കൊട്ടാരങ്ങൾ പണിതുയർത്തിയത്? പണം എവിടെ ചെലവഴിച്ചു? പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയണം. അഞ്ചാമത്തെ ചോദ്യമുണ്ട്,